മഹാനായ നാട്ടിക ഉസ്താദ് റഹ്മഹുല്ല പറയാറുള്ളത് പോലെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മുസീബത്തും ഫിത്നയുമാണ് വഹാബിസം. നോക്കൂ, ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മളല്ലാതെ അതിനെ എതിർക്കാനും പ്രതിരോധിക്കാനും ഇല്ല, വേറെ ഒരാളുമില്ല. നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെ ആളുകൾ ഒരുപാടുണ്ട്, ആഗോളതാപനത്തിനെതിരെ സംസാരിക്കാൻ ആളൊരുപാടുണ്ട്, നാട്ടിലെ മറ്റു പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കാനും ആളൊരുപാടുണ്ട്. സുന്നത്തു ജമാഅത്തിനു വേണ്ടി സംസാരിക്കാൻ സമസ്തയുടെ മക്കൾ മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വത്തിന്റെ ഭാരം കൂടുതലാണ്. ഓരോരുത്തരും ഇതൊരു ഉത്തരവാദിത്തമായി അമാനത്തായി ഏറ്റെടുക്കുകയും നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത് കൃത്യമായി ഇതിന്റെ വിതരണവും നിർവഹണവും നടത്തുക. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലും പലയിടങ്ങളിലും നഷ്ടപ്പെട്ടു പോയപ്പോഴും വേലിയേറ്റങ്ങൾക്കിടയിലും നമുക്ക് കേരളത്തിലെ പൊതുസമൂഹം ഇവിടെ എന്തൊക്കെ കുതൂഹലങ്ങൾ ഉണ്ടായിട്ടും പൊതുസമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ പറിച്ചു കളയാൻ ഒരാൾക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന വെല്ലുവിളികളെ നമ്മൾ അതിജീവിക്കണം, അതിനെ അതിജയിക്കണം. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി മുസ്ലിം സമൂഹത്തിന്റെ ഈമാനെ കവർന്നെടുക്കാൻ വരുന്ന ആളുകൾ പല തന്ത്രങ്ങളും ഉപയോഗിച്ച് ജനങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാമൂഹികമായ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഭൗതികമായി ഒരുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ആളുകൾ വ്യതിചരിച്ചു പോകാനുള്ള സാധ്യതയെ നമ്മൾ മുൻകൂട്ടി കാണണം. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇസ്ലാമിന്റെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ നിന്നും ഭിന്നമായി ഭൗതികമായ വിശ്വാസങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുകയും ആത്മീയതയെ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന തലമുറയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഫിർഔനിനെ പറഞ്ഞ പോലെ, ഖാറൂനിന്റെ കഥകൾ പരിചയപ്പെടുത്തിയതുപോലെ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ നിഷേധിക്കുകയും അവനവന്റെ ജീവിത യാത്രയിൽ അവനവന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ ഓരോരുത്തർക്കും സ്വതന്ത്രമായ ഐച്ഛികമായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും ഉണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഇലാഹുമായി റബ്ബുമായുള്ള ബന്ധത്തെ വേർപ്പെടുത്തുകയും പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിൽ നിന്ന് ജനങ്ങളെ അടർത്തി മാറ്റുവാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ ശക്തി പകരണം. നമ്മൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വേര് നമ്മൾ കൈമാറേണ്ടത് നമ്മുടെ മദ്രസകളിലെ കുരുന്നു മക്കളിലേക്കാണ്, പ്രത്യേകിച്ച് അവരുടെ രക്ഷിതാക്കളിലേക്കാണ്. ഇസ്ലാമികമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന കർമ്മങ്ങളിലൂടെയോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയോ രൂപപ്പെടേണ്ട ഒന്നല്ല. അത് സമഗ്രമായി ആ മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ജീവിതത്തിലുടനീളം കാണേണ്ട, ജീവിതത്തിലുടനീളം പ്രകടമാകേണ്ട ഒരു അച്ചടക്കത്തിന്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവന്റെ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സമീപനത്തിലും ഒക്കെ അതുണ്ടാകണം. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് സന്നിവേശിക്കപ്പെടണം. അതിനുള്ള മാർഗരേഖകളാണ് നമ്മുടെ ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ കൃത്യമായി കൈമാറ്റം ചെയ്യുന്നത്. നോക്കൂ, 100 കൊല്ലങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലേക്ക് സുന്നത്തു ജമാഅത്തിന്റെ ആശയത്തെ പുതുതായി പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല കടന്നു വന്നത്. മറിച്ച് 13 നൂറ്റാണ്ടായി ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട ആശയങ്ങളെ അതിന്റെ പ്രാമാണികമായ ബലം സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ, അതിൽ സംശയം ജനിപ്പിക്കുന്നവർ വന്നപ്പോൾ അതിന്റെ ബലം സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയാണ് സമസ്ത ചെയ്തത്. പുതിയതൊന്നും പറഞ്ഞിട്ടില്ല. പഴയകാലം മുതൽക്ക് തന്നെ നൂറ്റാണ്ടുകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന ആദർശത്തിന്റെ തനിമയെ കൂടുതൽ തെളിമയോടുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനിടയിൽ കടന്നു വന്ന ഓരോ ബിദ്അഈ സംഘങ്ങൾ, ആ ബിദ്അഈ സംഘങ്ങൾ ഈ നാട്ടിനെന്താ സമ്മാനിച്ചത്? ഈ നാട്ടിന് അവർ എന്താണ് ദാനമായി കൊടുത്തത്? ഇവിടെ മുസ്ലിം സമൂഹം വളരെ സ്വസ്ഥമായി അനുഭവിച്ചിരുന്ന വിശ്വാസപരമായ ഒരു അച്ചടക്കമുണ്ടായിരുന്നു, ഒരു സുരക്ഷിതത്വ ബോധമുണ്ടായിരുന്നു, വിശ്വാസപരമായ നിർഭയത്വമുണ്ടായിരുന്നു. ആ നിർഭയത്വത്തെ ചോദ്യം ചെയ്തു, അവരുടെ വിശ്വാസത്തിൽ സംശയം ജനിപ്പിച്ചു. നോക്കൂ, ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവന്റെ അമലുകൾ, അവന്റെ വിശ്വാസങ്ങൾ, അവന്റെ ജീവിത രീതികൾ ഇത് പൂർണ്ണമായി അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ടാവണം. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? നമ്മൾ നിസ്കരിക്കുന്നു, അത് അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് നമുക്കൊക്കെ അറിയാം. ഹദീസു ജിബ്രീൽ, അഖ്ബിർനി അനിൽ ഇസ്ലാം,
അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇഹ്സാൻ. 3 കാര്യങ്ങളാ പഠിപ്പിച്ചു കൊടുത്തത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സൂഫികൾ പറയുന്നുണ്ട്, ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഈ മുള്ളടങ്ങിയിരിക്കണം. ഇമാം ബുഖാരി റജഅല ദാലിക കുല്ലഹു ദീന. ഇത് 3ഉം ഒരുമിച്ച് ചേരുമ്പോഴാണ് ദീൻ ഉണ്ടാവുക. അവിടെ കർമ്മകാര്യങ്ങളുണ്ട്, വിശ്വാസകാര്യങ്ങളുണ്ട്, ആത്മീയ കാര്യങ്ങളുണ്ട്. ഇത് 3ഉം ഒരുമിച്ച് ചേരണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ അവിടെ ഫിഖ്ഹുണ്ട്, അവിടെ അഖീദയുണ്ട്, അവിടെ തസവ്വുഫുണ്ട്. ഇത് 3ഉം ഒരുമിച്ച് പൂർണ്ണമാകുമ്പോഴേ അതിനകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് അവൻ പൂർണ്ണ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂ. നോക്കൂ, ഇസ്ലാമിന്റെ ഈ പറയപ്പെട്ട 3 ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിരാകരിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ സമഗ്രതയെ അവകാശപ്പെടാൻ കഴിയില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ബിദ്അകൾ കടന്നു വന്നിട്ടുണ്ടോ ആ ബിദ്അകളൊക്കെയും ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നിരാകരിച്ചവരാണ്. ചില ആളുകൾ ആത്മീയത കൂന്നൽ നൽകിക്കൊണ്ട് സംസാരിച്ചവരുണ്ടായി. അവർ കർമ്മങ്ങളെ നിരാകരിച്ചു, വിശ്വാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. അതിന്റെ ഫലമായിട്ട് അവർ കള്ളത്തൊരീക്കത്തുകാരായി മാറി. നോക്കൂ, നമ്മുടെ നാട്ടിലെ ചേകനൂർ മൗലവി എന്നൊരാൾ ഉണ്ടായിരുന്നില്ലേ? അയാൾ 3 വക്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറഞ്ഞയാളാണ്. ആ 3 വക്ത് അദ്ദേഹം കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം ഉണ്ടാകുമോ? ഇല്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട കാര്യത്തെയാണ് നിരാകരിച്ചത്. നോക്കൂ, ഇത് 3ഉം സമഗ്രമായി സമ്മേളിക്കണം. ഇത് 3ഉം നന്നാകണമെങ്കിൽ എന്റെ ഓരോ കർമ്മങ്ങളിലും അതിലെ വിശ്വാസം ശരിപ്പെടണം, അതിലെ അഖീദ നന്നാകണം, അതിലെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം, അതിൽ ആത്മീയമായ വശങ്ങൾ പൂർണ്ണമായി ഉണ്ടാകണം. ഇത് 3ഉം ചേരണമെങ്കിൽ അതിന് മാർഗരേഖയുണ്ടാകണം. അതിന് കൃത്യമായ ഒരു കാറ്റലോഗ് വേണം, ഒരു മാർഗരേഖ. ആ മാർഗരേഖ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഖവാരിജുകൾ എന്ന ആദ്യകാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട പുത്തൻവാദികളെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. ആരാ ഖവാരിജുകൾ? ഇസ്ലാമിന്റെ അഖീദയെ പിച്ച് ചിന്തിയവരാണ്. അവർക്ക് തോന്നിയതുപോലെ ഖുർആനിനെ വ്യാഖ്യാനം ചെയ്തവരാണ്. അലി റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ, ആ സ്വഹാബികളാകുന്ന ഉന്നത ശീർഷരായ സ്വഹാബികളെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ ഖുർആന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന ചന്തമുള്ള വാക്ക് പറഞ്ഞവരാണ്. ആ ഖവാരിജുകളെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? ആ ഖവാരിജുകൾ എല്ലാ സമയത്തും ഇബാദത്തിലായിരുന്നു. അവരെപ്പോഴും പള്ളിയിലാണ്. അവർക്ക് നീണ്ട താടിയുണ്ട്, നെറ്റിത്തടത്തിൽ നിസ്കാരത്തിന്റെ അടയാളമുണ്ട്. മുഖത്ത് പോലും നോക്കാതെ താഴോട്ട് മാത്രം നോക്കി ദിക്ർ ചൊല്ലി ഖുർആനോദി നടന്നിരുന്ന ആളുകളാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒരു മുസ്ലിമിന്റെ വിശ്വാസപരമായ ജീവിതത്തിന്റെ എല്ലാ അടയാളങ്ങളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഖവാരിജുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക പോലും ചെയ്യാൻ പാടില്ല, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവരാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ദീനീ വിജ്ഞാനത്തിന്റെ പരമ്പരയിലെ ഒന്നാമത്തെ കണ്ണികളായ സ്വഹാബത്തിനെ തെറി പറഞ്ഞവരാണ്, അംഗീകരിക്കില്ലെന്ന് പറഞ്ഞവരാണ്. അവർക്കിനി എത്ര മനോഹരമായ താടിയുണ്ടെങ്കിലും അവിടെ നിസ്കാരം പുറത്തു നിന്ന് നോക്കുമ്പോ എത്ര ആകർഷകമാണെങ്കിലും അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ സമഗ്രത അവർക്ക് അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾക്കും വേണ്ട മാർഗരേഖകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനു വേണ്ട മനുഷ്യന്റെ മുസ്ലിമിന്റെ അമലുകൾ, അവന്റെ അഖീദ, അവന്റെ ആത്മാവ്, ഇത് 3ഉം സംസ്കരിക്കപ്പെടാൻ, ഇത് 3ഉം നല്ല രീതിയിൽ നിർവഹിക്കുവാൻ വേണ്ട മാർഗരേഖയെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത ഒരേ ഒരു രീതിശാസ്ത്രത്തിന്റെ പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തിന് മാർഗരേഖയുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാകണോ? ആ കർമ്മങ്ങൾ നന്നാകണമെങ്കിൽ നിങ്ങൾ മദ്ഹബുകളെ ഫോളോ ചെയ്യണം. ഒരു മാർഗരേഖയാണത്. എന്തിനാ മദ്ഹബിനെ ഫോളോ ചെയ്യുന്നത്? മദ്ഹബിനെ പിന്തുടർന്നാൽ മാത്രമേ നമ്മുടെ അമലുകൾ ശരിപ്പെടുകയുള്ളൂ. പൂർണ്ണമായ നിലക്ക്, സ്വീകാര്യയോഗ്യമായ നിലക്ക് ആ നിർവഹിക്കുന്ന അമലിൽ ക്രമപ്രശ്നങ്ങളില്ലാതിരിക്കണമെങ്കിൽ മദ്ഹബുകൾ പിന്തുടരണം. ആ മദ്ഹബുകൾ കൃത്യമായൊരു നിയമ നിർമ്മാണമാണ്. അതിനെ പിന്തുടരണം. നമുക്ക് വിശ്വാസം നന്നാകണം. വിശ്വാസം ശരിപ്പെടണമെങ്കിലോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അശ്അരി മാതുരിദി സരണിയുടെ അഖീദയുണ്ട്. അതിൽ ഒന്നും വിട്ടുപോയിട്ടില്ല. ഒരു മുസ്ലിം അഭിമുഖീകരിക്കുന്ന എല്ലാ വിശ്വാസ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ആ അഖീദയിലുണ്ട്. മൂന്നാമതായി നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെടണം. ആത്മാവ് സംസ്കരിക്കപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ വഴിപിഴച്ചു പോകുന്ന മേഖല ഏതാണ്? ആത്മീയത. മുഹൈദ്ദീൻ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇബ്ലീസ് പിഴപ്പിക്കാൻ വന്നിട്ട് പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിൽ നിങ്ങളെ ഈ സ്ഥാനമെത്തിയ 70-ൽ പരം വരുന്ന സൂഫികളെ ഞാൻ പിഴപ്പിച്ചിട്ടുണ്ട് എന്ന്. ഏറ്റവും കൂടുതൽ ആളുകൾ പിഴക്കുന്ന സ്ഥലമാണത്. അവിടെ ആളുകൾ പിഴച്ചു പോകാതിരിക്കാൻ അതിന് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ വേണം, ഒരു മാർഗരേഖ വേണം.
ആ മാർഗരേഖയുടെ പേരാണ് ഇൽമു തസവ്വുഫ്. തസവ്വുഫ് ഒരു വിജ്ഞാന ശാഖയാണ്. ഏത് സ്വീകരിക്കണം, ഏത് സ്വീകരിക്കരുത്, എവിടെ മുന്തിക്കണം, എവിടെ പിന്തിക്കണം, ഏത് മാർഗമാണ് അവലംബിക്കേണ്ടത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗരേഖ. ഈ ആത്മീയതയുടെ മാർഗരേഖയും വിശ്വാസത്തിന്റെ മാർഗരേഖയും കർമ്മങ്ങളുടെ മാർഗരേഖയും ഒരുപോലെ സമ്മേളിച്ച ഒരു സമഗ്രമായ ഇസ്ലാമിക ദർശനത്തിന്റെ ചട്ടക്കൂടിനെ വിശ്വാസികൾക്ക് പകർന്നു കൊടുത്ത ആദർശത്തിന്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്നാൽ കേരളത്തിലേക്ക് വന്ന ബിദ്അഈ കക്ഷികളെ ഓരോന്നിടത്ത് നിങ്ങൾ എണ്ണി നോക്കുക. അവർ ഈ മാർഗത്തിൽ നിന്ന് പൂർണ്ണമായി വ്യതിചരിച്ചു എന്ന് മാത്രമല്ല, ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊടുക്കാൻ അവർക്കൊരു മാർഗരേഖയും ഇല്ലാതെയായി. വിശ്വാസികളുടെ ഓരോ ഇബാദത്തുകളെയും നശിപ്പിച്ചു കളഞ്ഞു. എല്ലാ ഇബാദത്തുകളെയും നശിപ്പിച്ചു കളഞ്ഞു. ഇല്ലേ? ഏത് ഇബാദത്താണ് അവർക്ക് നല്ല രീതിയിൽ നിർവഹിക്കുവാൻ അവസരം കൊടുത്തത്? നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളോട് ആ നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന ഓരോ ഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭയഭക്തിയോടെ ഖുശൂഅോടെ നിർവഹിക്കണമെന്ന് പറഞ്ഞ നിസ്കാരത്തെ, ആ നിസ്കാരത്തിലേക്ക് കടക്കുന്ന സമയം മുതൽ അതിൽ ബിദ്അത്തും കുഫറും ശിർക്കും നിറഞ്ഞ് ആളുകളെ വിശ്വാസാക്കുന്ന പണിയല്ലേ ഉണ്ടായത്. നിസ്കരിക്കാൻ തുടങ്ങുന്ന നേരത്ത് നെഞ്ചത്ത് കൈകെട്ടാൻ വേണ്ടി പറയുന്നു. നെഞ്ചത്ത് കൈവെട്ടാത്ത ആളുകളെ മുഴുവനും ബിദ്അഈകളാക്കി അവരുടെ മനസ്സനുഭവപ്പെടുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു വഹാബി നിസ്കരിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ അവന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? ഉടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ദിക്റിൽ ഞാൻ എങ്ങനെ കൂടാതിരിക്കും? എന്റെ കൈ ഞാൻ ദുആരക്കുമ്പോൾ എങ്ങനെ ഉയർത്താതിരിക്കും? ഇതാണ് അവന്റെ ആലോചന. നിസ്കാരത്തിന്റെ പൂർണ്ണതകൾക്ക് സഹായിക്കുന്ന എല്ലാ സുന്നത്തുകളെയും വേണ്ടെന്ന് വെച്ചു. എല്ലാ സുന്നത്തുകളെയും അതിലവർക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഓരോ ഇബാദത്തുകൾ നോമ്പിലേക്ക് വന്നാൽ ആളുകളുടെ നോമ്പിനെ അവർ ഫസാദാക്കിയില്ലേ? ആളുകളുടെ നോമ്പിനെ സുബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാത്രത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്തു കഴിച്ചോളൂ എന്നവർ പറഞ്ഞു. നിങ്ങളുടെ പാത്രത്തിലുള്ളതൊക്കെ കഴിച്ചോളൂ, ബാങ്ക് കൊടുത്താലും കുഴപ്പമില്ല. ആളുകളുടെ നോമ്പിനെ ഫസാദാക്കി. മഗ്രിബിന്റെ മുമ്പ് ബാങ്ക് കൊടുത്തിട്ട് ജനങ്ങളെ വസ്വാസിലാക്കി. സക്കാത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ വളരെ കണിശമായി നിർവഹിക്കേണ്ട, ഓരോ മുഅ്മിനും നിർവഹിക്കേണ്ട സക്കാത്ത് എന്ന അമൽ, ആ അമലിനെ കമ്മിറ്റിക്കാർക്ക് കൈമാറ്റം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയും അതിനെ വളരെ നിരുത്തരവാദപരമായി കൃത്യവിലോപം നടത്തി സക്കാത്തിന്റെ ആത്മീയതയെ അവർ ചോർത്തിക്കളഞ്ഞു. ഹജ്ജിലേക്ക് വന്നാലോ, ഹജ്ജിന്റെ ഓരോ അമല് കാണുമ്പോഴും അവർക്ക് ബേജാറാണ്. ഹജറുൽ അസ്വദ് ആളുകൾ മുത്തുമ്പോ ഇതിപ്പോ കല്ലല്ലേ? ഇബ്രാഹിം മക്കാമിന്റെ അടുത്തേക്ക് പോകുമ്പോ ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ഇതിനെ ആദരിക്കുക? കഅബയെ തവാഫ് ചെയ്യുമ്പോൾ അവർക്ക് ബേജാറാണെന്ന് മാത്രമല്ല, ഹജ്ജിന്റെ അമലുകളിലൂടെ ശിർക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് വരെ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെക്കുകയാണ്. 2013 മുജാഹിദിന്റെ അൽമനാർ KNM-ന്റെ മുഖപത്രമാണല്ലോ. ആ അൽമനാറിൽ അവർ പറയുന്നുണ്ട്, കഅബ, മസ്ജിദുൽ ഹറാം, ഹജറുൽ അസ്വദ്, സംസം കിണർ, മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ, മക്കയിലെയും മദീനയിലെ ഖബർസ്ഥാനുകൾ, ചരിത്ര പ്രധാന സ്ഥലങ്ങൾ, രണാങ്കണങ്ങൾ, ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളോട് വിശ്വാസികൾ കാണിക്കുന്ന അമിതമായ താല്പര്യം അവയെ ആരാധ്യ വസ്തുക്കളായി ഗണിക്കുന്നതിനോളം താണുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ശിർക്ക് വരാൻ സാധ്യതയുണ്ട്. ഓരോ അമലിലും ശിർക്ക് തടയുന്ന പണി ഇത് ആരുടെ പണിയാണ്? ഇത് ഇബ്ലീസിന്റെ പണിയല്ലേ? കഅബ ശരീഫിന്റെ ചുറ്റും തവാഫ് ചെയ്യുമ്പോ മുജാഹിദിന്റെ മനസ്സ് വെമ്പുകയാണ്. ആദരവ് ഒന്ന് കുറഞ്ഞു പോകണം. സുന്നിയുടെ അത്ര ആദരവ് വേണ്ട, അത്ര ആദരവ് കൊടുക്കണ്ട. ആദരവ് കൊടുത്താൽ ശിർക്ക് വരുമോ? ആ കഅബ ശരീഫിന്റെ കില്ല പിടിച്ച് ദ്വാരക്കാൻ നിൽക്കുമ്പോ അവന്റെ ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ആലോചിക്കുകയാണ്, എന്തിനാ അങ്ങോട്ട് കയറുന്നത്? ഇവിടെ കുറെ അമ്പിയാക്കളുടെ ഖബറുണ്ട്. എങ്കിൽ ഞാൻ കയറുന്നില്ല. എന്താണ് അവന്റെ സ്ഥിതി? ആ മുജാഹിദ്, ഓരോ വഹാബിയുടെയും സ്ഥിതി എന്താണ്? പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പോകുന്ന ഓരോ അമലുകൾ നിർവഹിക്കുന്ന നേരത്ത് അവനവന്റെ കേവല യുക്തി കൊണ്ട് അളന്നെടുത്ത് ആ അമലിൽ പോലും ശിർക്കിനെ തെരഞ്ഞു കണ്ടെത്തുകയാണ്. ഇങ്ങനെ ഓരോ അമലിലും ശിർക്ക് തെരഞ്ഞു കണ്ടെത്തി അമലുകളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, വിശ്വാസികളുടെ അമലുകളെ നശിപ്പിക്കുന്ന പൈശാചികത ബാധിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ വഹാബിസം എന്ന് പറയുന്നത്. നോക്കൂ, ഓരോ അമലുകളെയും, എല്ലാ ഇബാദത്തിന്റെയും പൂർണ്ണതയാണ് സുന്നത്തു ജമാഅത്ത് ആവശ്യപ്പെടുന്നത് എങ്കിൽ എല്ലാ ഇബാദത്തിലും നിങ്ങൾ ശിർക്ക് തരയൂ എന്നാണ് ഓരോ മുജാഹിദും ആവശ്യപ്പെടുന്നത്. ഒരു മുജാഹിദ് ഒരു പള്ളിയിൽ കയറിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, മുജാഹിദിന്റെ ഒരു മാനസികാവസ്ഥയുടെ ഒരു സ്ഥിതി എന്താണ്? മുജാഹിദ് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പള്ളിയിൽ കയറിയിട്ട് സുന്നികൾ എങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നാണ്, മുശ്രിക്കീങ്ങൾ, നരകത്തേക്ക് പടച്ചോര്,
നമ്മളങ്ങനെ കാണുമ്പോൾ മുജാഹിദിന്റെ ഒരു മാനസികാവസ്ഥയാണ്. പാവം മുശ്രിക്ക് നല്ല തലയെക്കൊട്ടൊക്കെ കെട്ടി നമ്മളിങ്ങനെ ബസ്സിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ നരകത്തേക്കുള്ള വിറകാണിപ്പത്. പിന്നെ ആരാ സ്വർഗത്തിലേക്കുള്ളത്? സ്വർഗത്തിലേക്കുള്ളത് കേരളത്തിലെ മുജാഹിദ് കമ്മിറ്റി മാത്രം. ലോകത്തെ സലഫിയോടെ കൂട്ടൂല. മുജാഹിദുകൾ തന്നെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ലോകത്തിലെ ഒരു സംഘടനയുമായിട്ടും ആദർശബന്ധമില്ല. അപ്പൊ അവരുടെ ആദർശമുള്ള ഒരു വിഭാഗം ലോകത്തില്ല. പിന്നെ ആരാ സ്വർഗത്തിൽ? മുജാഹിദിന്റെ കേരള കമ്മിറ്റി മാത്രം. അതിന് ഏത് ഗ്രൂപ്പ് മീറ്റർ മതി. കാരണം മുജാഹിദിനെ മാത്രമല്ലേ ഇതിൽ കൊള്ളുള്ളൂ. ബാക്കിയുള്ളവരെ മുഴുവൻ ശിർക്ക് നോക്കും. മാനദണ്ഡങ്ങളില്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ സമീപിച്ചതിന്റെ പേരിൽ സംഭവിച്ച അപകടമാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലേക്ക് വിശ്വാസപരമായി ഈ മാനദണ്ഡങ്ങളെ പാലിക്കാത്തത് കൊണ്ടാണ് ലോകത്തൊരിടത്തും ഒരു വിശ്വാസിക്കും സംഭവിക്കുവാൻ പാടില്ലാത്ത വിശ്വാസപരമായ വൈകല്യങ്ങളിലേക്ക് ഈ ഉമ്മത്തിനെ അവർ കൊണ്ടുപോയത്. വിശ്വാസികളുടെ ആർക്കും തർക്കമില്ലാത്ത വിശ്വാസമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. ഒരു മുസ്ലിമെ നമ്മൾ കണ്ടുമുട്ടിയാൽ അവന്റെ വിശ്വാസത്തിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അവിടെ സംശയങ്ങൾ ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. എന്നാൽ കേരളത്തിലെ മുജാഹിദ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യം, ഏറ്റവും കൂടുതൽ മുജാഹിദുകൾ മാത്രമല്ല, മുജാഹിദുകളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇബ്നു തൈമിയ്യയുടെ പാരമ്പര്യം മുതൽ സലഫികൾ ചർച്ച ചെയ്ത കാര്യം അള്ളാഹുവിന്റെ വിശ്വാസത്തിലുള്ളവരുടെ സംശയങ്ങളാണ്. എന്താണ് അവരുടെ സംശയം? നോക്കൂ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മദ്രസയിലെ കുട്ടിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചാൽ പറയും അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു മുഖാലഫത്തുൽ ലിൽ ഹവാദിസാൻ, ഈ പ്രപഞ്ചത്തിലെ ഒരു പടപ്പിനോടും സാമ്യതയില്ല. അങ്ങനെ പഠിക്കുന്നവരാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എത്ര തവണയാണ് മാറ്റി നിർത്തിയത്? വക്കം മൗലവി പറഞ്ഞു, വക്കം മൗലവിയുടെ കാലഘട്ടത്തിലുള്ള വഹാബികൾ അവരുടെ വാദം അള്ളാഹുവിനെ സൃഷ്ടികളുമായിട്ട് ഒരു നിലക്കും ഉപമിക്കാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെ ഉപമിച്ചാൽ അത് ശിർക്ക് സംഭവിക്കും എന്നാണ് വക്കം മൗലവിയുടെ കാലഘട്ടത്തിൽ എഴുതി വെച്ചത്. എന്നാൽ പിന്നീട് മുജാഹിദുകൾ ആശയം കൊണ്ടവർ ആലോചിച്ചു പുതിയ മതം കണ്ടെത്തി. ആ മതം പിന്നെ എവിടെയാണ് അവസാനം അവർ പറഞ്ഞു വെച്ചത്? സാക്ഷാൽ മുജാഹിദുകളുടെ അൽമനാർ 2004 ഡിസംബറിൽ അൽമനാറിൽ അവർ എഴുതിയത് അള്ളാഹുവിന് 2 കൈകളുമുണ്ട്. അള്ളാഹുവിന് കൈകളുണ്ട്. ആ കൈകൾക്ക് ഭാഗം നിശ്ചയിക്കുകയാണ്. എവിടെയാണ് 2 കൈകളുമുള്ളത്? അത് രണ്ടും വലതുഭാഗത്താണ്. നോക്കൂ, അള്ളാഹുവിന് ഭാഗം നിശ്ചയിക്കുന്നതിന്റെ വാദം എന്താണ്? അള്ളാഹുവിന് ഭാഗം നിശ്ചയിക്കുന്നവരെ കുറിച്ചല്ലേ സലഫു സാലിഹികൾ മുജസ്സിമത്ത് എന്ന് പറഞ്ഞത്? ആ മുജസ്സിമത്ത് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് അവർക്ക് എത്രമാത്രം ആധികാരികമായി നിലനിൽപ്പുണ്ട് എന്നതിന് ഇമാമുകൾ കൈകാര്യം ചെയ്തിട്ടില്ലേ? ആ അള്ളാഹുവിന്റെ വിശ്വാസത്തെ കുറിച്ച് 1 or 2 തവണയല്ല പറഞ്ഞത്. നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അള്ളാഹുവിനെ കുറിച്ച് ഉമർ മൗലവി പറഞ്ഞു അള്ളാഹു ആകാശത്തിൽ തന്നെയാണ്, ഒരു തർക്കവും അതിലില്ല. സംഭവിച്ചത് അവർ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചു. KNM-ന്റെ സുല്ലമി വിഭാഗം പ്രസിഡന്റ് ആയിരുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി, അദ്ദേഹവും ജബ്ബാർ മൗലവിയും തമ്മിൽ എഴുതിയൊരു പുസ്തകമുണ്ട്, മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ. ആ പുസ്തകത്തിൽ അവർ പറഞ്ഞു എന്താണ്? അള്ളാഹുവിന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്ന്. അതിന്റെ ഏതു ആയത്തിലാണ് ശരീരമുണ്ടെന്ന് പറഞ്ഞത്? പോയി വെക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ്. നോക്കു, പടച്ച റബ്ബിനെ കുറിച്ച് തന്നെ കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ പോയ പ്രസ്ഥാനം 1920-കളിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ വിശ്വാസം തെറ്റാണെന്നും 2004 ഞങ്ങൾ പറയുന്ന വിശ്വാസമാണ് ശരിയെന്നും പറഞ്ഞ് അവർ തമ്മിൽ ഇന്ന് കലഹിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. മുജാഹിദ് വിഭാഗത്തിലെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം, ആ തർക്കം എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയത്തിലുള്ള തർക്കമല്ല. അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടോ ഇല്ലേ? അള്ളാഹ്ക്ക് കൈ ഉണ്ടോ ഇല്ലേ? ആ കൈ ഏതു ഭാഗത്താണ്, വലത്തോ ഇടത്തോ? ഇതിലും കേരളത്തിലെ മുജാഹിദ് ഗ്രൂപ്പുകൾ ഒരുമിച്ചുകൂടി അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടെന്ന് സ്ഥാപിക്കുകയും അതിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനുവേണ്ടി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ഈ വിഷവിത്തുകൾ നോക്കൂ, സമൂഹത്തെ ബാധിക്കുന്നത് അവരുടെ ഏതെങ്കിലും കർമ്മങ്ങളെയല്ല, അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെയല്ല, ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ്. നോക്കൂ, ഇത് നമ്മൾ പറയാതിരിക്കാനാണ്, ഇത് ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്താതിരിക്കാനാണ് അവർ മഖ്ബറകളെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവർ സിയാറത്തിനെ കൊണ്ടനിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിലാണ്. ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിലേക്ക് നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ 1, 2, 3 തവണയല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം മുജാഹിദുകൾ മാറ്റം വരുത്തിയത്. അവർ ഈ ഉമ്മത്തിനോട് ചെയ്തത് വിശ്വാസപരമായ വഞ്ചനയാണ്.
ധാർമ്മികമായ വിശ്വാസപരമായ വഞ്ചനയാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് വക്കം മൗലവി നടത്തിയ വിശ്വാസമല്ല ഇന്നത്തെ മുജാഹിദുകളുടെ വിശ്വാസം എന്ന് മനസ്സിലാക്കി എഴുതി വെക്കുന്ന മുജാഹിദുകൾ ഈ സംഘടന പിരിച്ചു വിട്ടുപോവുകയാണ് വേണ്ടത്. ഉമ്മത്തിനോട് മാപ്പ് പറയണം അവർ. എന്തുകൊണ്ട്? ഈ ദുരന്ത വിശ്വാസങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ. ഇനി നോക്കൂ, രണ്ടാമത്തെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ലോകത്തെ ഏതെങ്കിലും ഒരു സുന്നി കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുക, ആ കുട്ടിക്ക് മുത്ത് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകില്ല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തായിരിക്കും അവന്റെ ഹൃദയത്തിലാകമാനം. എന്നാൽ ചെറിയ മക്കൾ മുതൽ വഹാബികൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, പിഴവ് സംഭവിച്ചിട്ടുണ്ട്, നബി തങ്ങളെ റബ്ബ് തിരുത്തിയിട്ടുണ്ട്, അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തൊക്കെ വാക്കുകളാ പറഞ്ഞത്? അള്ളാഹുവിന്റെ തിരുദൂതർക്ക് തെറ്റ് ചെയ്തവനാണ് അള്ളാഹു ഇടയ്ക്കിടെ ആക്ഷേപിക്കാറുള്ള. അങ്ങനെയുണ്ടല്ലോ, ഇടയ്ക്കിടെ പടച്ചവൻ ആക്ഷേപിക്കാറുണ്ട്. ആ പറഞ്ഞാൽ കേൾക്കാത്തൊരു കുട്ടിയാ, ഇടക്കിടക്ക് ഇങ്ങനെ ആക്ഷേപിക്കുന്നൊക്കെ പറയില്ലേ, ഇവരുപയോഗിച്ച വാക്കുകളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട മേനിയെ ഖബറു ശരീഫിൽ ജീവനോടെ ഇന്നുമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ജീർണിച്ച ജഡം എന്നാ പറഞ്ഞത്, റബ്ബിന് പൂർണ്ണമായി കീഴ്പ്പെടാത്തവൻ എന്നാ പറഞ്ഞത്. നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്താൽ അതൊരു കുറ്റകരമാണ്, ഇതൊരു സാധാരണ മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു വെച്ച ആളുകൾ 2019 അൽമനാറിലാണ്. മുജാഹിദുകൾ ഔദ്യോഗിക പ്രസിദ്ധീകരണമല്ല അൽമനാർ. എന്താണ് അവർ എഴുതി വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. എന്തൊക്കെ വാക്കുകളാണിത്? മുത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കാണോ? ഈ വാക്കല്ലേ കുട്ടികൾ വായിക്കുന്നത്? നോക്കൂ, മുജാഹിദിന്റെ ഒരു കുട്ടി, ഈ കുട്ടി പുസ്തകം വായിച്ചു പഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആ കുട്ടി മനസ്സിലാക്കുന്ന മനോനില എന്താണ്? ആ മനോനില വെച്ചുകൊണ്ട് ജീവിക്കുന്ന കുട്ടി വലുതായാൽ യുക്തിവാദത്തിലേക്ക് പോയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം. ആ മനോനില വെച്ച് പഠിക്കുന്ന കുട്ടിക്ക് എത്രമാത്രം അള്ളാഹുവിന്റെ റസൂലിനെ മഹബ്ബത്ത് വെക്കാൻ കഴിയും. ഇത് മാത്രമല്ല, 2009 ശബാബിൽ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട്. നബി തങ്ങളെ ശക്തമായ ഭാഷയിൽ ഖുർആന് താക്കീത് ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. നമുക്ക് നിസ്സാരമായി തോന്നാവുന്ന പല വീഴ്ചകളും നബിയിൽ നിന്നുണ്ടായപ്പോൾ അള്ളാഹു കടുത്ത ഭാഷയിൽ തന്നെ നബിയെ തിരുത്തിയിട്ടുണ്ട്. ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രയോഗങ്ങളാണിത്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്മത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവർ വന്നത്. ലോകത്തിലെ എല്ലാ ബിദ്അകളുടെയും രംഗപ്രവേശനം ഇവിടെയാണ്. മാലമൗലിദിലുള്ള തർക്കത്തിന്റെ ആദ്യഘട്ടം, നബിദിനാഘോഷത്തിലുള്ള തർക്കത്തിന്റെ ആദ്യഘട്ടം വരുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ്? അസാധാരണ മനുഷ്യനാണ്, അറബി പയ്യനാണ്, പിഴവ് പറ്റിപ്പോയവനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഇസ്മത്തിനെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് അവർക്ക് നബിദിനം ആഘോഷിക്കാൻ കഴിയാതെ പോയത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ ആനന്ദിക്കാൻ കഴിയാതെ പോയത്. അത് നബിദിനത്തോടുള്ള ദേഷ്യമല്ല, യഥാർത്ഥത്തിൽ അത് 2ാം ഘട്ടമാണ്. ആദ്യഘട്ടം മുത്ത് റസൂലുള്ളാഹിന്റെ പവിത്രതയെ, നുബുവത്തിനെയും റിസാലത്തിനെയുമാണ് ചോദ്യം ചെയ്തത്. നിങ്ങൾ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുള്ളയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? ആ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇസ്മത്തായിരിക്കും, അംബിയാഇന്റെ ഇസ്മത്തിന്റെ പ്രാധാന്യമാണ് പറയാ. എന്താ കാരണം? ഈ മുജാഹിദുകൾ വിശ്വാസികളുടെ മനസ്സിൽ ആദ്യമുണ്ടാക്കുന്ന കുഴപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്മത്തിനെ കുറിച്ചാണ്. പാപസുരക്ഷിതനാണ് എന്ന് നമ്മൾ അംബിയാക്കളെ കുറിച്ച് പഠിപ്പിച്ച ആ കാര്യത്തെയാണ് അവർ എതിർത്തത്. അതുകൊണ്ട് 971 നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ ഇതിനെതിരൊക്കെയാണ് പോരാടിയത്. 971 സെൽസബിരിൽ ഉമർ മൗലവി പറഞ്ഞത് എന്താണ്? പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെയും ലോകത്ത് കാണാൻ കഴിയില്ല. അള്ളാഹ്ക്ക് വേണ്ടി പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെയും കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? പ്രവാചകനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആരെക്കുറിച്ച്? മുത്തുനബിയെ കുറിച്ച്. റബ്ബിന് കൊടുക്കുന്ന ത്വാഅത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സെൽസബീലിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, മലയാളത്തിൽ വെള്ളപ്പേപ്പറിൽ പച്ച മഷി കൊണ്ടടിച്ചു വന്ന എഴുത്താ ഇതൊക്കെ. ഇതിനെ മറച്ചു വെക്കുകയാണ്. ഇത് ആരെങ്കിലും വായിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ നമ്മളെ ഇത്തരം ചർച്ചകളിലേക്ക് അവർ കൊണ്ടുവരാത്തത്? ഉമ്മത്ത് കേൾക്കുമെന്ന പേടിയുള്ളത് കൊണ്ടാണ്. മുത്തു റസൂലുള്ളാഹിനെ കുറിച്ച് ഇതാണ് അവർ പറഞ്ഞത്. നബിദിനം അവിടെ നിൽക്കട്ടെ, മൗലിദ് ഇവിടെ നിൽക്കട്ടെ, ഇത് പറയൂ. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ്? അത് ശരിയാവട്ടെ ആദ്യം.
നോക്കൂ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നബി തങ്ങൾക്ക് അതിൽ സ്വയം കുറ്റബോധമുണ്ടാവുകയും അവിടുന്ന് മാപ്പിരക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ നടത്തിയതിനെ കുറിച്ച് ഉമർ മൗലവിയുടെ സംഘത്തിന്റെ വായന എന്താ? അള്ളാഹുവിന്റെ റസൂൽ കുറെ വീഴ്ച വരുത്തി, അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തതാണ്. ഈ മനോനിലയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഹബീബിനെ പ്രണയിക്കാൻ പറ്റുക, സ്നേഹത്തോടെ പിന്തുടരാൻ കഴിയുക? നോക്കൂ, മുജാഹിദിന്റെ പ്രസംഗം കേൾക്കലല്ല, മുജാഹിദിന്റെ കൂടെ ഇരുന്നാൽ പോലും ഈ പറയുന്ന വിശ്വാസത്തിന്റെ വൈകല്യങ്ങൾ അറിയാതെ പകർന്നു വരും. അതുകൊണ്ട് ആ സമസ്തയുടെ ആലിമീങ്ങൾ ഒരു കാരണവശാലും അവരോട് ബന്ധം സ്ഥാപിക്കരുതെന്ന് പറഞ്ഞത്. ഖവാരിജുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കുക പോലും ചെയ്യരുതെന്ന് സ്വഹാബികൾ പറഞ്ഞ പോലെ. എന്തുകൊണ്ടാ? ഇത് ഉമ്മത്തിന്റെ വിശ്വാസത്തെയാണ് ബാധിക്കുക. നോക്കൂ, ഇത് കൽബിലുള്ളത് കൊണ്ട് ഇതിനെ തുടർന്ന് വരുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്, രോഗലക്ഷണമാണ് നബിദിനാഘോഷത്തെ എതിർക്കൽ. രോഗം വേറെയാണ്, രോഗം ഉള്ളിൽ ഹബീബിനോടുള്ള ആദരവിന്റെ പ്രശ്നമാണ്. നോക്കൂ, ഖബറിൽ ജീവിക്കുന്ന നബിതങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിൻ അടക്കമുള്ള അമ്പിയാക്കൾ ഖബറിൽ ജീവിക്കുന്നവരാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ലേ ഇമാമുമാർ പഠിപ്പിച്ചത്? എന്നാൽ അൽമനാർ 985 സെപ്റ്റംബറിൽ എഴുതി വയ്ക്കുന്നു, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? നബി തിരുമേനിയുടെ റൗള ഷരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിങ്കൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. സുന്നികളെ കുറിച്ച് പറയാൻ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ ഖബറിൽ ജീവിക്കുന്നവരാണ് എന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയതല്ലേ? സാക്ഷാൽ ഇവരുടെ നേതാക്കൾ തന്നെ അത് രേഖപ്പെടുത്തി പറഞ്ഞതല്ലേ? ശൗക്കാനി തന്നെ പറയുന്നുണ്ട്, വഖദ് ദഹബ ജമാഅത്തുൻ മിനൽ മുഹഖഖീൻ ഇലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ ബഅദ വഫാത്തിഹി. അല്ലാഹുവിന്റെ തിരുദൂതർ മരണശേഷവും ജീവിച്ചിരിക്കുന്നവരാണ്. വഅന്നഹു യുസറു ബിതാഅതി ഉമ്മതിഹി വഅന്നൽ അംബിയാ ലാ യുബ്ലഊൻ മഅ അന്ന മുത്ലഖൽ ഇദ്റാകി കൽ ഇൽമി വസ്സമാഇ സാബിത്തുൽ ലിസാഇരിൽ മൗതാ. മരണപ്പെട്ട അമ്പിയാക്കൾക്ക് ജീവനുണ്ട്, അവർക്ക് ഖബറിൽ നുരുമ്പിപ്പോവുകയില്ല. സാധാരണ കേൾവി, മുത്തലഖ് നിലക്കുള്ള കേൾവിയൊക്കെ സാധാരണ മരിച്ചുപോയ ആളുകൾക്കുമുണ്ട്. ഇവർ തന്നെ അംഗീകരിക്കുന്ന ശൗക്കാനിയാണ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ വാദം എന്താണ്? നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ മനസ്സിലാക്കുക. മൂന്നാമതായി, പരിശുദ്ധ ഇസ്ലാമിൽ നബി തങ്ങളിൽ നിന്ന് ഈ ദീനിനെ കൈമാറി തന്നതാരാണ്? സ്വഹാബികളാണ്. ആ സ്വഹാബികൾ അംഗീകരിക്കാത്തവർക്ക് ദീനിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്വഹാബത്തിനെ എതിർത്തുകൊണ്ടാണ് ആദ്യത്തെ ബിദ്അഈ സംഘം പുറപ്പെട്ടത്. പിന്നീട് വന്ന ബിദ്അഈ സംഘങ്ങൾക്കൊക്കെ വേരുണ്ടായത് സ്വഹാബത്തിനെ എതിർക്കാൻ ഇവിടെ നേരത്തെ അവരുടെ മുൻഗാമികൾ എതിർത്തത് കൊണ്ടാണ്. നോക്കൂ, സ്വഹാബത്തിനെ എന്ന് എതിർക്കാൻ തുടങ്ങിയോ അന്നാണ് ഉമ്മത്തിൽ ഫിത്ന തുടങ്ങിയത്, അന്നാണ് ഉമ്മത്തിൽ ബിദ്അത്ത് പൊട്ടിപ്പുറപ്പെട്ടത്, അന്നാണ് ഉമ്മത്തിൽ മുനാഫിഖീങ്ങൾക്ക് അധികാരം കിട്ടിയത്. സ്വഹാബത്തിനെ അംഗീകരിക്കുന്ന കാലം വരെയാണ് ഉമ്മത്തിന്റെ കെട്ടുറപ്പുണ്ടായത്. ആ ഉമ്മത്തിലെ സ്വഹാബികളെ എതിർത്തുകൊണ്ട് അതിന്റെ അധികാര കേന്ദ്രങ്ങളെ പണ്ഡിതന്മാരെ നിരാകരിച്ചുകൊണ്ടാണ് ഖവാരിജിയ്യത്ത് വന്നതെങ്കിൽ ആ ഖവാരിജിയ്യത്തിന്റെ അതേ പിന്മുറക്കാരായി വന്ന വഹാബികൾ അവർ ഇവിടെ സ്വഹാബികളെ എതിർത്തു. സ്വഹാബികൾ പറയുന്ന പണിയൊന്നും, സ്വഹാബികളുടെ ചര്യകളൊന്നും അവർ സ്വീകരിച്ചില്ല. നോക്കൂ, നമ്മുടെ നാട്ടിൽ സ്വഹാബത്ത് പഠിപ്പിച്ച് ദീന നിലനിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും പള്ളികളിൽ പോയാൽ അവിടെ ഖുതുബ അറബിയിലാണ്, എല്ലാ ബാങ്കും നിസ്കാര ഖുതുബയും ഒക്കെ അറബിയിലാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആ ഐക്യ പാരമ്പര്യത്തെ വെട്ടിമുറിച്ചു കൊണ്ടുവന്ന വഹാബികൾ ഇവിടെ മലയാളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ച ഖുതുബ എന്ന ഇബാദത്തിനെ അവർ വെട്ടിമുറിച്ചു. ആ വെട്ടിമുറിച്ചപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തു, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇങ്ങനെയല്ലേ പഠിപ്പിച്ചത്? തങ്ങളുടെ സ്വഹാബികൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും അത് നിസ്കരിക്കുകയും പിന്നീട് ഉമ്മത്തൊക്കെ അതിനെ ഒരു പാരമ്പര്യമായി സ്വീകരിക്കുകയും ചെയ്ത ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ സ്വഹാബത്തിന്റെ നിലപാടുകൾ സ്വഹാബത്ത് ഇങ്ങനെയല്ലേ ചെയ്തത് എന്ന് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? അവർ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയത് എന്താണ്? വാഴക്കാട്ടുകാരൻ മൗലവി മുജാഹിദ് വിഭാഗത്തിന്റെ വലിയ ചിന്താശേഷിയുള്ള പണ്ഡിതനാണ് എന്ന് അവിടെ നേതാക്കൾ തന്നെ രേഖപ്പെടുത്തിയ അബ്ദുറഹ്മാൻ മൗലവി അദ്ദേഹം പറഞ്ഞത്, സ്വഹാബികൾ ചെയ്തതുപോയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട മറുപടി എന്താണെന്നറിയോ? സ്വഹാബികളും കേരളത്തിലെ മുസ്ലിയാക്കന്മാരും ഞങ്ങൾക്ക് തുല്യരാണ്. അവർ പറഞ്ഞതാണ്.
കേരളത്തിലെ മുസ്ലിയാക്കൾ പറയുന്നതോ ചെയ്യുന്നതോ ഞങ്ങൾക്ക് തെളിവല്ലാത്തതുപോലെ സ്വഹാബികൾ ചെയ്തതും ഞങ്ങൾക്ക് തെളിവല്ല. സ്വഹാബികൾ ചെയ്തത് തെളിവല്ല എന്ന് പറഞ്ഞ് അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, നീതിമാന്മാരാണെന്ന് അംഗീകരിക്കപ്പെട്ട ഖായിദയല്ലേ. സ്വഹാബത്തിനെ എതിർത്താൽ പിന്നെ ഹദീസിന് പ്രാമാണികതയില്ല, ഹദീസിന് സ്വീകരിക്കപ്പെടുകയില്ല, ഹദീസുകൾ അംഗീകരിക്കാൻ കഴിയില്ല. ഹദീസിനെ നിഷേധിക്കുന്നവരൊക്കെ സ്വഹാബത്തിനെ തള്ളിയവരാണ്. അതേ പാരമ്പര്യമാണ് കേരളത്തിലെ മുജാഹിദികൾ സ്വീകരിച്ചത്. അപ്പൊ ഇനി സ്വഹാബികൾ ചെയ്തു എന്ന് തെളിഞ്ഞാൽ പോലും അത് മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെയായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് സ്വഹാബത്തിന്റെ പ്രവർത്തനത്തെ തള്ളിക്കറഞ്ഞു. മാത്രമല്ല, സ്വഹാബത്ത് അംഗീകരിക്കാത്ത പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് അഭിമാനപൂർവ്വം എഴുതി വെച്ചവരാണ് ഇവരൊക്കെ. MI സുല്ലമിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിന് വിരുദ്ധമായ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഹുതുബന്റെ വിഷയത്തിൽ മാത്രമല്ല, തൊലാഖിന്റെ കാര്യത്തിൽ, ജുമാന്റെ 2ാം ബാങ്കിന്റെ കാര്യത്തിൽ ഒക്കെ ഞങ്ങൾ സ്വഹാബത്തിനെ എതിര് നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞ് സ്വയം മേനി നടിച്ചെഴുതിയവരാണ് ഇവർ. ഈ സ്വഹാബത്തിനെ എതിർക്കുന്ന നിഷേധം എവിടെയെത്തി? അവസാനം ഹദീസ് നിഷേധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. കേരളത്തിലെ ഹദീസ് നിഷേധത്തിന്റെ ചരിത്രം നോക്കിയാൽ ആ ചരിത്രം ചെന്നുപോയി മുട്ടുന്നത് ഈ വഹാബി നേതാക്കന്മാരിലേക്കാണ് എന്ന് സാക്ഷാൽ മുജാഹിദുകൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മുജാഹിദുകൾ തന്നെ ഇന്ന് തിരിച്ചറിയുകയാണ്, ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ ആദർശം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആശയ സ്രോതസ്സുകളായ ആളുകൾ അവർ ഹദീസ് നിഷേധികളായിരുന്നു. നോക്കൂ, അവർ പറയുകയാണ്, ആദർശ പ്രചാരണത്തിന് ഈ കേരളത്തിലെ ഹദീസിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞ് കേരളത്തിൽ വന്ന ഹദീസ് നിഷേധികളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അവർ പറയുകയാണ്, ആദർശ പ്രചാരണത്തിന് നല്ല സാധ്യതയുള്ള മണ്ണാണ് കേരളത്തിൻ്റെത്. അതുകൊണ്ട് എന്ത് പ്രചരിപ്പിച്ചാലും അതൊക്കെ അംഗീകരിക്കാൻ ഒരുപാട് ആളുകളെ ഇവിടെ കിട്ടും. വളക്കൂറുള്ള ഈ മണ്ണിന്റെ ഉപയോഗം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒട്ടനവധി ഹദീസ് നിഷേധികൾ കേരളത്തിൽ രംഗത്തു വന്നു. ആരൊക്കെയാണ് ഹദീസ് നിഷേധികൾ? അവരെന്നെ പറയട്ടെ. ഹദീസുകളെ തീരെ വേണ്ട എന്ന് പറഞ്ഞ് പച്ചയായി തള്ളിയവരുമുണ്ട്. ഞങ്ങൾ ഹദീസ് അംഗീകരിക്കുന്നവർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിച്ച് അല്ലാത്തത് തള്ളുന്നവരും, ബുദ്ധിക്കൊപ്പിച്ച് ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നവരും, ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതെന്ന് തോന്നുന്ന ഹദീസുകളെ തള്ളുന്നവരും രംഗത്ത് വന്നു. ഇതിൽ പ്രധാനികളാണ് CN അഹമ്മദ് മൗലവിയും ചേകനൂർ മുഹമ്മദ് മൗലവിയും അബ്ദുസ്സലാം സുല്ലമി ഹദീസ് നിഷേധിയാണെന്ന് പറയുന്നത് ആരാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അവരോട് തെറ്റിപ്പോന്ന ഫദലുൽ ഹഖ് ഉമരി. അദ്ദേഹം പറയാണ്, കേരളത്തിൽ 3 ഹദീസ് നിഷേധികളെയാണ് അവർക്ക് എണ്ണിയിട്ട് കിട്ടിയത്. ആ 3 ഹദീസ് നിഷേധികളും എവിടുന്ന് പോന്നതാണ്? അവരുടെ വേരെവിടെ? ആരാ? CN അഹമ്മദ് മൗലവി നിങ്ങളുടെ മുഖപത്രത്തിന്റെ പത്രാധിപരല്ലേ? ആ CN അഹമ്മദ് മൗലവിക്ക് വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനത്തിന്, ഹദീസ് നിഷേധത്തിന് വെള്ളവും വളവും വെച്ചു കൊടുത്തത് അന്നത്തെ നിങ്ങളുടെ ഓഫീസാണ്, പത്രാധിപ കേന്ദ്രമാണ്. ആ CN അഹമ്മദ് മൗലവി ആദ്യം മുജാഹിദാണ്. ചേകനൂർ മൗലവിക്ക് എവിടുന്ന ആശയ വിഘ്നം സംഭവിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോയിട്ടാണ്. നോക്കൂ, സലാം സുല്ലമിയോ ഇവരുടെ എല്ലാ ആശയങ്ങളുടെയും ഉപജ്ഞാതാവാണ്. ഈ 3 പേരെയല്ലാതെ ഈ കേരള ചരിത്രത്തിൽ 13 നൂറ്റാണ്ടുകാലം പരിശുദ്ധ ദീന് പ്രചരിപ്പിക്കപ്പെട്ടിട്ട് ഒരൊറ്റ സുന്നി പണ്ഡിതനെയും ഹദീസ് നിഷേധിയായി 1400 കൊല്ലത്തെ പാരമ്പര്യമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല? എന്ന് മുതലാ ഹദീസ് നിഷേധികൾ വന്നത്? എന്ന് മുതലാ അബൂ ഹുറൈറ തങ്ങള് പിഴച്ചവനാണെന്ന് പറയുന്ന ആള് വന്നത്? സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ തള്ളണം എന്ന് പറയുന്ന മൗലവിമാർ എന്ന് മുതലാ ഉദയം കൊണ്ടത്? നിങ്ങൾ മഖ്ദൂമിയ്യത്തിന്റെ വഴിയിൽ നിന്ന് എന്ന് വ്യതിചലിച്ചോ അന്ന് മുതൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ മഖ്ദൂമി സരണിയിൽ നിന്ന് എന്നാണോ മാർഗം അവർ മാറിയത്, അന്ന് മുതലാണ് ഹദീസിനെ നിഷേധിക്കുന്നവർ ഇവിടെ വന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ മൗലവിമാരുണ്ടെന്ന് അവർ തന്നെ പറയാണ്. എന്നിട്ട് ഈ മൗലവി എഴുതി വെച്ചത് കാണണോ? ആ മൗലവി പറയുന്നുണ്ട്, മുജാഹിദ് വിഭാഗത്തിന്റെ ആശയ സ്രോതസ്സായ മുഹമ്മദ് അബ്ദു, അയാളാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് നിഷേധി. അയാളുടെ ശിഷ്യനായ റഷീദ് റിദ, അയാൾ യുക്തിവാദിയായിരുന്നു. ആരാ ഇതൊക്കെ പറയുന്നത്? പുതിയ മുജാഹിദുകൾ. അവർ തിരിച്ചറിയാണ്. നോക്കൂ, ഇതല്ലേ നമ്മൾ പറഞ്ഞത് ആദ്യകാലത്ത് 100 കൊല്ലം മുമ്പ്. അന്ന് നിങ്ങൾ സ്വീകരിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ അവസാനം സക്കരിയ സ്വലാഹി, അദ്ദേഹം ഈ ആശയത്തിൽ നിന്നൊക്കെ പോന്ന് അവസാനം മരണപ്പെടുന്നൊരു ഘട്ടമുണ്ടായി. അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഇതിൽ പോന്ന ഉടനെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, 10 പതിറ്റാണ്ടുകളായി
മുജാഹിദുകളെ, സലഫികളെ, നമ്മൾ പിന്തുടരുന്ന വിശ്വാസം തെറ്റാണ്. സലാം സുല്ലമി പഠിപ്പിച്ച ആശയം തെറ്റാണ്. നിങ്ങൾ അതിൽ കൂടരുതേ എന്ന് സക്കരിയ സ്വലാഹി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ആരോടാണ് ഈ കുറ്റസമ്മതം പ്രിയപ്പെട്ടവരെ? നോക്കൂ, സലാം സുല്ലമി പറഞ്ഞത് കേട്ട് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നില്ല ഇവിടെ. 1960കളിലും 70കളിലും മരിച്ചുപോയ പാവപ്പെട്ട മുജാഹിദുകൾ. ആ മുജാഹിദുകളെങ്ങാനും ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങി വന്നാൽ ഇന്നത്തെ കേരളത്തിലെ ഒരൊറ്റ മുജാഹിദ് ഗ്രൂപ്പും അവർ അംഗീകരിക്കില്ല. കാരണം ഒരാളും അവരോട് യോജിക്കുന്നവരില്ല. സാക്ഷാൽ വക്കം മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്ഥാപകനാണ്. അയാൾ ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങി വന്നാൽ ഒരൊറ്റ മുജാഹിദ് സെന്ററിനും അയാളെ സ്വീകരിക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും മന്ത്രിച്ചൂതി ജനങ്ങൾക്ക് മന്ത്രിച്ചൂതി കൊടുത്തിരുന്ന ആളാ വക്കം മൗലവി. അയാളുടെ നേതൃത്വത്തിൽ ഇവിടെ നബിദിനാഘോഷ പരിപാടികൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നോക്കൂ, പതിറ്റാണ്ടുകൾ തോറും കൊല്ലം തോറും മാറി മറിയുന്ന ആദർശങ്ങളും തൗഹീദുകളുമായി ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന നിങ്ങൾ ഉമ്മത്തിനോട് കാണിക്കുന്നത് കൊടിയ വഞ്ചനയല്ലേ? ചെറിയ ഭിന്നിപ്പാണോ ഇത്? നോക്കൂ, നമ്മളെ ശിർക്കാക്കാൻ നടന്നിരുന്ന ആളുകൾ, നമ്മളെ കാഫറുകളാണെന്ന് പറഞ്ഞ മുദ്ര കുത്താൻ നടന്നിരുന്ന ആളുകൾ ഇന്നവർ പറയുന്നത് എന്താണ്? KNM-ന്റെ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പോയ സാക്ഷാൽ വിസ്ഡം മുജാഹിദ് എന്ന് പറയുന്ന ജിന്നുവാദികൾ. ജിന്നുകൾ ഭൗതികമാണ്, അഭൗതികമല്ല. അവരോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ജിന്നുവാദികൾ. ആ ജിന്നുവാദികൾ, അവരെ കുറിച്ച് KNM-ന്റെ ഔദ്യോഗിക നേതാക്കന്മാർ, മുജാഹിദിന്റെ പണ്ഡിത സഭാംഗമായ ഹംസ മൗലവി പറയാണ്, ജിന്നുവാദികൾ ശിർക്ക് പ്രചാരകരാണ്. അതുകൊണ്ട് അവർ തൗഹീദിൽ നിന്ന് പുറത്തുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അകത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഉച്ചരിക്കാതെ ഇനി മുജാഹിദ് സംഘടനയിലേക്ക് പ്രവേശനമില്ല. നോക്കൂ, തങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് നമ്മളോട് സംവാദം നടത്തിയിരുന്ന ആളുകൾ, ഒരുമിച്ചിരുന്ന് നമ്മളെ ശിർക്കാക്കിയിരുന്ന ആളുകൾ ഇന്നവർ തമ്മിൽ വേദി കെട്ടിയിട്ട് മത്സരിക്കുകയാണ്. തമ്മിൽ വേദി കെട്ടിയിട്ട് ശിർക്കാരോപിക്കാൻ വേണ്ടി മത്സരിക്കുക. ആരാണ് മുശ്രിക്ക് എന്നതാണ് തർക്കം. ഈ പരപ്പനങ്ങാടിയിലാണ് ഖണ്ഡനം നടന്നത്. ആ ഖണ്ഡനത്തിൽ വിസ്ഡം മുജാഹിദുകൾ വന്നിട്ട് പറയും മർക്കസു ദഅവക്കാരോട്, നിങ്ങൾ ഹദീസ് നിഷേധികളാണ്. അപ്പൊ മർക്കസു ദഅവക്കാര് പിറ്റത്തെ ദിവസം മൈക്ക് കെട്ടിയിട്ട് പറയും, നിങ്ങൾ ഖുർആൻ നിഷേധികളാണ്. നോക്കൂ, ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ ആഴം. ഇവരുടെ അനുയായികൾക്ക് എന്ത് ആദർശപരമായ കെട്ടുറപ്പ് അവർ കൊടുത്തത്? എല്ലാ അമലുകളെയും, എല്ലാ ബന്ധങ്ങളെയും, ആത്മീയമായിട്ടുള്ള എല്ലാ കെട്ടുറപ്പുകളെയും അവർ ഇല്ലായ്മ ചെയ്തു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ സുരക്ഷിതത്വത്തിന്റെ ആണിക്കല്ല് മദ്ഹബുകളെ പിന്തുടരലാണ്, തഖ്ലീദാണ്. മദ്ഹബ് പിന്തുടർന്നിട്ടില്ലെങ്കിൽ പാളിപ്പോകും. നിങ്ങൾ എന്താ ചെയ്തത്? ഇജ്തിഹാദിന്റെ കവാടം തുറന്നു കൊടുത്തു. എന്നിട്ട് MI സുല്ലമി പറഞ്ഞതുപോലെ മുജാഹിദിന്റെ പള്ളിയിലെ ഓരോ ഇമാമും മുജ്തഹിദാണ്. അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ ഓരോ പ്രബോധകനും മുജ്തഹിദാണ്. ഇജ്തിഹാദ് അങ്ങോട്ട് ചെയ്തു, നടന്ന് ഇജ്തിഹാദ് ചെയ്തു. പിന്നെ ഓരോ മൗലവിക്കും ഓരോ അഭിപ്രായമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഖുതുബ നടത്തുന്ന ഒരു മൗലവി, അയാൾ ഖുതുബ നടത്തി, എന്ത് സിഹർ ഫലിക്കുകയില്ല, സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫറാണ്. പ്രസംഗിച്ചു വെള്ളിയാഴ്ച പ്രസംഗിച്ചു, ഞായറാഴ്ച ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് തിരുത്തി, ഞാൻ പറഞ്ഞത് ചെറിയൊരു പിഴവുണ്ട്. സിഹർ ഫലിക്കും എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അതാണ് ശരി. സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞാലാണ് തെറ്റ്. നോക്കൂ, വെള്ളിയാഴ്ച ഇതേപോലെ പെന്നും പേപ്പറൊക്കെ എടുത്ത് ഇബാറത്തൊക്കെ എഴുതി കൊണ്ടുവന്ന് ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്, സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് കുഫറാണ്. എന്നിട്ടോ അത് കേട്ട ഉടനെ പ്രശ്നമായി. മർക്കസു ദഅവക്കാർ ആഘോഷിച്ചു. അപ്പൊ CD ടവറിൽ നിന്ന് മൂപ്പർക്ക് വിളി വന്നു. അപ്പൊ ഞായറാഴ്ച വീണ്ടും വേറെ പെന്നും പേപ്പർ എടുത്തിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞു കൊടുത്ത് ചെറിയൊരു പിഴവ്. എന്താ പിഴവ്? അത് ഇജ്തിഹാദ് തെറ്റിയതല്ലേ. ആളുകളെ പിഴപ്പിക്കുകയാണ്. ഈ ഇജ്തിഹാദ് ഇങ്ങനെ കൂടി വന്നപ്പോ ലാസ്റ്റ് അവർ തന്നെ പറഞ്ഞു, ഈ ജിന്ന വിവാദമൊക്കെ ഉണ്ടായത് ഇജ്തിഹാദ് കൊണ്ടാണ്. ലാസ്റ്റ് 2012 ജൂണിൽ അൽമനാറിൽ അവർ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു. നമ്മുടെ ഉസ്താദുമാരൊക്കെ നിർദ്ദേശം കൊടുക്കും. എന്തിന്? എല്ലാവരോടും ആത്മീയമായ കർമ്മങ്ങൾ നിർവഹിക്കാനും ഓരോ സമയത്ത് ഇബാദത്തുകൾ ചെയ്യാനൊക്കെ നിർദ്ദേശം കൊടുക്കും. എന്നാൽ മുജാഹിദിന്റെ പണ്ഡിത സഭ കൊടുക്കുന്ന നിർദ്ദേശം എന്താ അറിയോ? ഇജ്തിഹാദ് കൂടുന്നുണ്ട്. സ്വന്തം നിലക്ക് എല്ലാവരും തീരുമാനമെടുക്കുകയാണ്. സംഘടനയോട് ആലോചിക്കാതെ സ്വന്തം നിലക്ക് ഫത്വ നൽകാനും വ്യാഖ്യാനം നൽകാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് ഭയാനകമായ വിപത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് പണ്ഡിത സഭയുമായിട്ടൊന്ന് കൂടിയാലോചിക്കണം.
വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ പിന്നീട് തിരുത്താൻ മറ്റു പണ്ഡിതന്മാർ ഓടി നടക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ആര്? അൽമനാർ പറയാണ്. ഇതിനല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മൾ പറയുന്നത് നിങ്ങൾ ഇജ്തിഹാദ് നടത്തരുത്, ഖുർആനൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കുക. അപ്പോൾ പറയല്ല, ഞങ്ങൾ മുജാഹിദ് കമ്മിറ്റിനോടൊന്ന് ഇജ്തിഹാദ് നടത്തുക. ഇത് ആളുകളെ കൊണ്ടെത്തിച്ചത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആനന്ദകരമായ എസൻസിൽ നിന്നും ആളുകളെ അകറ്റി നിർത്തുന്ന പണിയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ വിപത്തുകളിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ നാട്ടിക ഉസ്താദ് റഹ്മഹുല്ലാ പറയാറുള്ളത് പോലെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മുസീബത്തും ഫിത്നയുമാണ് വഹാബിസം. നോക്കൂ, ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മളല്ലാതെ അതിനെ എതിർക്കാനും പ്രതിരോധിക്കാനും ഇല്ല, വേറെ ഒരാളുമില്ല. നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെ ആളുകൾ ഒരുപാടുണ്ട്, ആഗോളതാപനത്തിനെതിരെ സംസാരിക്കാൻ ആളൊരുപാടുണ്ട്, നാട്ടിലെ മറ്റു പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കാനും ആളൊരുപാടുണ്ട്. സുന്നത്തു ജമാഅത്തിനു വേണ്ടി സംസാരിക്കാൻ സമസ്തയുടെ മക്കൾ മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വത്തിന്റെ ഭാരം കൂടുതലാണ്. ഓരോരുത്തരും ഇതൊരു ഉത്തരവാദിത്തമായി അമാനത്തായി ഏറ്റെടുക്കുകയും നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത് കൃത്യമായി ഇതിന്റെ വിതരണവും നിർവഹണവും നടത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ക്യാമ്പയിൻ അതിന്റെ യഥാർത്ഥമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.